നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ പുതിയ വർഷത്തിൽ ആദ്യ മാസം തന്നെ എന്താണ്, ഗുണമാണോ ദോഷമാണോ അനിഴ നക്ഷത്രക്കാർക്ക് എന്നാണ് ആലോചിക്കുന്ന സമയത്ത് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിന് ചാരവശാൽ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇത്തിരി വ്യാഴപ്പഴമുണ്ട്. എന്നാൽ ചന്ദ്രലഗ്നാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. മാത്രമല്ല ബുധൻ ലനോട് ചേർന്നാണ് രക്ഷാസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ 15-ാം തീയതി വരെ ധനുവിലും 15-ാം തീയതിക്ക് ശേഷം സഹായസ്ഥാനത്ത് ഉച്ചബലവാനായിട്ട് ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ വരും. അപ്പോൾ ചൊവ്വ ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ നല്ല നേട്ടങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ടെങ്കിലും കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ചന്ദ്ര ലഗ്നാധിപതിയോട് ചേർന്ന് തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത്. 15-ാം തീയതി ചൊവ്വയും സൂര്യനും ലഗ്നാൽ സഹായ സ്ഥാനത്തേക്ക് മാറും. അപ്പോൾ ശരഭായോഗം, നിപുണായോഗം, 1-2 യോഗങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ സഹായികൾ മുഖാന്തരം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ 4-ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് നിൽക്കാൻ ഇടവരിക. വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ, പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗമാണ്. പൊതുവേ ഒരു നിരാശ, ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ളൊരു സമയമാണ്. അത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അഷ്ടമവ്യാഴത്തിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയുടെ ആ ഒരു ഏകാഗ്രമായിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഗുണം കൊണ്ട് വ്യാഴപ്പഴവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെ 7-ാം ഭാവാധിപതി ലഗ്നാധിപതി ഒരുമിച്ച് യോഗം ചെയ്താണ് 15-ാം തീയതിക്ക് ശേഷം തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് വലിയ കുഴപ്പങ്ങളില്ല, അനുകൂലമാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലും ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ 2-ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഏകാഗ്രതയൊക്കെ കിട്ടും. എന്നാലും അലസത കുറച്ച് കൂടും. അപ്പോൾ അത് കാരണം കൊണ്ട് ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. പക്ഷേ ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് കയ്യിലേക്ക് വരാനും യോഗമുള്ളതും ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരും. അത് കാരണം കൊണ്ടും പ്രാർത്ഥനയും വഴിപാടും ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. നല്ല പ്രാർത്ഥന, വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടും. സൂര്യനോട് യോഗം, കർമാധിപതി സൂര്യനായിട്ട് ശുക്രനോടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്കൊക്കെ കിട്ടാനുള്ള യോഗമുള്ള സമയം. എന്തായാലും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് എന്തായാലും ചെയ്യുക. ഭാഗ്യസൂക്താർച്ചനയും ചെയ്യണം. ഒരു പാൽപ്പായസവും കഴിപ്പിക്കണം. അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, അതേപോലെ തന്നെ ഭാഗ്യസൂക്താർച്ചനയും ചെയ്യുക. ഇത്രയും വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.